നമസ്കാരം. IFPHന്റെ 1719 ദിവസത്തെ മലയാള വിഭാഗത്തിലേക്ക് സ്വാഗതം. ആദ്യം ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മുടെ അതിഥി ഡോക്ടർ KG താര, മുൻ ചെയർപേഴ്സൺ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, പൊതുപ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന വ്യക്തിത്വം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ മാതൃദിന പരിപാടിയിൽ ഒരു തടസ്സം നേരിട്ടിരുന്നു. അപ്പോൾ മാഡം അതിന് പകരമായി ഇന്ന് ഈ സെഷനിലേക്ക് വരാമെന്ന് സമ്മതിച്ചിരുന്നു. അപ്പോൾ മാഡം ജോയിൻ ചെയ്തിട്ടുണ്ട്. ആദരപൂർവ്വം താര മാഡത്തെ ക്ഷണിക്കുന്നു. മാഡം. ഡോക്ടർ കോഹോസ്റ്റ് ആക്കുമോ താര മാഡത്തെ? ഓ ഡോക്ടർ, ഞാൻ ആക്കിയില്ലല്ലേ ഡോക്ടറിനെ. സോറി. ഞാനത് പ്രോഗ്രാം തീർക്കാനുള്ള വെപ്രാളത്തിന്. ഓക്കെ. ഈ ചോദ്യം ചോദിക്കുന്നവർ അത് ഓർമ്മിക്കണമായിരുന്നു. മനസ്സിലായില്ലേ? ഓക്കെ. മേഡത്തിന് ആക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ മനോജ് ഡോക്ടറിനെ ഹോസ്റ്റ് ആക്കുവാണ്. അപ്പൊ ഞാൻ ആക്കാന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ വർത്താനത്തിലായി. ഓക്കെ. അത് ആ സ്ലൈഡ് ഷോ മോഡിലേക്ക് ഇപ്പൊ വരുന്നേ ഉള്ളൂ. So hopefully there is no disaster this time. Yes. ഞാന് എപ്പോ പ്രസന്റേഷന് പോയി കഴിഞ്ഞാലും some kind of a disaster, either technological or any other form, something happens. അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റില് ദീർഘകാലം ഇരുന്നപ്പോ ഉള്ള ഒരു ഔട്ട്കം ആണെന്ന് തോന്നുന്നു എനിക്ക്. ഡിസാസ്റ്റേഴ്സ് ഓൾവേസ് ഫോളോ മീ. അപ്പോ അങ്ങനെ ഇരിക്കുന്നു. ഇപ്പൊ വരും എന്തായാലും അത്. ഇപ്പൊ വന്നു. I think I will start now. തീർച്ചയായിട്ടും തുടങ്ങാം മാഡം. കാണാലോ, നല്ല ഫുൾ സ്ക്രീനിൽ കാണാലോ? ഓക്കെ. ഇത് എന്റെ ഈ സൈഡിലെ ബോക്സ് ഇത് മാസ്ക് ചെയ്യുന്നുണ്ടോ എന്റെ സ്ലൈഡ് പ്രസന്റേഷൻ? ഇല്ലല്ലോ. അപ്പോ ഈ നമ്മള് ഈ സമകാലിക പ്രാധാന്യം മാതൃദിനത്തിന്റെ എന്നുള്ള വിഷയമാണ്. ശരിക്ക് ഭൂമി ഉണ്ടായി വന്നത് ഒരു 4600 കോടി 460 crore years ago, 460 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി ഉണ്ടായി വന്നത്. മോഡേൺ മനുഷ്യൻ, ആധുനിക മനുഷ്യൻ ഉണ്ടായി വന്നിട്ട് 2 ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ ജീവികളും, ആനയാവട്ടെ, കുതിരയാവട്ടെ, പാമ്പാകട്ടെ, പക്ഷിയാവട്ടെ, ഇതെല്ലാം ഉണ്ടായി വന്നത് നമുക്ക് മുൻപേ ആണ്. നമുക്ക് വളരെ മുമ്പേ. എട്ടുകാലിയൊക്കെ വന്നത് 300 ലക്ഷം വർഷം മുമ്പാണ്. അപ്പൊ നമ്മുടെ വാസ്തവത്തിൽ സീനിയേഴ്സ് ആണ് ഈ എട്ടുകാലിയൊക്കെ. നമ്മൾ വന്നിട്ട് 2 ലക്ഷം വർഷമായിട്ടുള്ളൂ. നമ്മുടെ ഈ പോപ്പുലേഷൻ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ സ്ത്രീ ഉണ്ട്, പുരുഷനുണ്ട്, ബാക്കി ഭിന്നലിംഗക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. അതിപ്പോ 800 കോടി കടന്ന് നമ്മളിപ്പോ ലോകത്തിന്റെ അഭിമാനമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ലോകത്തിലെ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ ആയിട്ട് മാറിയിരിക്കുന്നു. ഇതില് ഏകദേശം പകുതിയോളം, ലോക ജനസംഖ്യയിൽ ഏകദേശം പകുതിയോളം സ്ത്രീകൾ ഉണ്ടെങ്കിലും ഈ സ്ത്രീയെ ഗോഡസ് ആയിട്ട്, അതായത് ഒരു ദേവതയായിട്ട് ആരാധിക്കുന്ന ഒരു സമ്പ്രദായം എന്നുണ്ടായി എന്ന് ചോദിച്ചാൽ 2500 BC, അതായത് ബിഫോർ ക്രൈസ്റ്റ്, ക്രേഡിൽ ഓഫ് സിവിലൈസേഷൻ, അതായത് സംസ്കാരത്തിന്റെ തൊട്ടിൽ എന്ന് വിശേഷിക്കപ്പെടുന്ന മെസപ്പൊട്ടാമിയൻ കൾച്ചറിലാണ് ഇത് ആദ്യം ഉണ്ടാകുന്നത്. അന്നത്തെ ഒരു ദേവതയുടെ ചിത്രം ഇങ്ങനെയാണ്. അത് എല്ലാ ആയുധങ്ങളും ഉണ്ട്. അപ്പൊ അന്നത്തെ പൊളിറ്റിക്കൽ പവറും പിന്നെ വെപ്പൺറി, അതായത് ആയുധം, സ്വർഗത്തിന്റെ ദേവത എന്നാണ്. അപ്പൊ സ്വർഗത്തിലേക്ക് പ്രവേശനം വേണമെങ്കിൽ ഈ സ്ത്രീയായിട്ടുള്ള ഈ ദേവതയെ ആരാധിക്കണം എന്നാണ് അന്ന് ധരിച്ചിരുന്നത്. അതെവിടെയാണ് ഈ മെസപ്പൊട്ടാമിയൻ കൾച്ചർ എന്ന് പറയുന്നത്? ഇന്ന് നമ്മൾ വളരെ ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന, അതായത് യുദ്ധഭീഷണിയും ബാക്കി എല്ലാ രീതിയിലും ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന ഇറാഖ് എന്ന് പറയുന്ന രാജ്യമാണ് മെസപ്പൊട്ടാമിയൻ ഈ കൾച്ചറിൻ്റെ, അതായത് നമ്മുടെ മാനവരാശിയുടെ തുടക്കം എന്ന് പറയുന്ന ആ തൊട്ടിൽ ഈ ഇറാഖിലാണ് ഉണ്ടായത്. അപ്പൊ ഇത് എന്തിനാ പറഞ്ഞു വരണേന്ന് വെച്ച് കഴിഞ്ഞാല്,
ഈ നമ്മുടെ നാട്ടിൽ അല്ല നമ്മുടെ ലോകത്ത് 404 ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും കൂടി 404 കോടി പുരുഷന്മാരാണ്, 402 കോടി ഏകദേശം സ്ത്രീകളും ഭിന്നലിംഗക്കാരും എല്ലാവരും കൂടി ചേർന്ന് ബാക്കി ഇത്രയും ഉണ്ട്. എങ്കിലും നമ്മൾ ഈ പഴയ നമ്മുടെ ഇന്ത്യൻ ഒരു സാംസ്കാരിക തലം പരിശോധിച്ചാൽ ദേവി അല്ലെങ്കിൽ ദുർഗ, ശക്തി എന്നുള്ള പേരിലൊക്കെ ഒരു എന്താണ് സ്ത്രീക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ചിത്രീകരണം തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. എന്നാൽ അത് ഋഗ്വേദയിലും ഈ അഥർവവേദയിലും എല്ലാം പിന്നെ ഇതിനെപ്പറ്റി പരാമർശമുണ്ട്. എന്നാൽ ഈ സംവിധാനം, അതായത് മദേഴ്സ് ഡേ എന്ന് പറയുന്ന ഈ സംവിധാനം തുടങ്ങിയത് നമ്മൾ പാശ്ചാത്യ സംസ്കാരം എന്ന് പൊതുവെ മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ അതിലെ നല്ല വശങ്ങൾ നമ്മൾ കാണാതെ പോവുകയും ചീത്ത വശങ്ങൾ പൊതുവെ ഈ സമൂഹത്തിൽ പലപ്പോഴും പരാമർശിക്കപ്പെടുകയും ചെയ്യുന്ന ഈ കുടുംബ ബന്ധങ്ങൾ പ്രത്യേകിച്ചും അമേരിക്കയിലാണ്. വെസ്റ്റ് വെർജീനിയ 1908 ഈ അന്ന ജാർവിസ് എന്ന് പറയുന്ന ഈ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു അന്നത്തെ കാലത്ത്. അന്നേ ഉണ്ട് സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്നുള്ള ഓർക്കണം. അപ്പം അദ്ദേഹം ഈ അന്ന ജാർവിസ് 1908 ആണ് അവരുടെ അമ്മയുടെ സ്മരണാർത്ഥം തുടങ്ങിയതാണ്. അത് ഡിക്ലെയർ ചെയ്തത് ഒരു അവധി ദിനമായിട്ട് ഡിക്ലെയർ ചെയ്തത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന വുഡ്രോ വിൽസൺ എന്നുള്ള അദ്ദേഹമാണ് അത് പിന്നെ ഇത് ഡിക്ലെയർ ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഈ അന്ന ജാർവിസ് എന്ന് പറയുന്ന ആ കുട്ടി, അതായത് നേരത്തെ കാണിച്ച ആ ചിത്രത്തില് അവര് 12 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഇവരുടെ അമ്മ, ഇതാണ് അവരുടെ അമ്മ, അവര് ഈ ചർച്ചില് പള്ളിയിൽ പോകുമ്പോ സൺഡേ സ്കൂളിൽ അവര് ഒരു ദിവസം, അതായത് ഏതോ 1876 ആൻ ജാർവിസ് എന്നാണ് അവരുടെ പേര്. അവര് ഈ സൺഡേ സ്കൂളിലുള്ള പ്രാർത്ഥന അവസാനിപ്പിച്ചത് I hope and pray that someone sometime will found a memorial Mother's Day commemorating her for the matchless service she renders to humanity in every field of life എന്നാണ് പറയുന്നത്. ഒന്നാലോചിച്ചോ, അതിനകത്ത് അവർ പ്രത്യേകം എടുത്തു പറയുന്ന മാനവരാശിക്ക് എന്നാണ്, ഇൻ എവറി ഫീൽഡ് ഓഫ് ലൈഫ്. അതിനകത്ത് കുടുംബം മാത്രമല്ല, അതിൽ സയൻസ്, റിലീജിയൻ, ബാക്കി സാംസ്കാരിക തലം, ചിത്രരചന, ഇൻ എവറി ഫീൽഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ നാനാ തുറകളിലും അവരുടെ സംഭാവനകളെ കമ്മമറേറ്റ് ചെയ്തുകൊണ്ട്, ഓർമ്മിച്ചുകൊണ്ട്, ശ്ലാഘിച്ചുകൊണ്ട് ഒരു മദേഴ്സ് ഡേ ഉണ്ടാകും എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അവർ അവസാനിപ്പിക്കുന്നു. അത് 1876. അത് കഴിഞ്ഞ് എത്രയോ കൊല്ലം കഴിഞ്ഞതിന് ശേഷം, അതായത് 1908 ഈ ഇവരുടെ മകളായിരുന്ന ആൻ ജാർവിസ് എന്ന് പറയുന്ന, അന്ന ജാർവിസ് എന്ന് പറയുന്ന ഇത് ഇങ്ങനെ ഒരു മദേഴ്സ് ഡേ വേണം, അമ്മമാരുടെ മാതൃദിനമായിട്ട് ആഘോഷിക്കണം എന്ന് പറഞ്ഞ് അത് പ്രസിഡന്റ് പിന്നീട് 8 കൊല്ലം കൂടി കഴിഞ്ഞ്, 6 കൊല്ലം കൂടി കഴിഞ്ഞ് അത് പിന്നെ ഒരു ഹോളിഡേ ആയിട്ട് പ്രഖ്യാപിക്കുകയും അവധി ദിനമായിട്ട് പല രാജ്യങ്ങളും ഈ മാതൃക പിന്തുടർന്ന് പിന്നെ അതൊരു അവധി ദിനമല്ല, അതൊരു ആഘോഷമായിട്ട് അങ്ങനെ കണ്ടെത്തുകയും ചെയ്തു. അപ്പൊ എത്ര കൊല്ലത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഒരു കാര്യം നടപ്പിലാകുന്നത് എന്നും ഈ അന്ന ജാർവിസ്, അതായത് ഇവരുടെ മകൾ, അവര് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരം കത്തുകൾ എഴുതി, നിരന്തരം ഈ പോളിസി മേക്കേഴ്സ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളുണ്ടല്ലോ, നയതന്ത്ര വിദഗ്ധർ അല്ലെങ്കിൽ വിശാരദന്മാർ, അവർക്ക് നിരന്തരം കത്തുകൾ എഴുതിക്കൊണ്ട് ഈ ദിനത്തിന്റെ പ്രാധാന്യം എഴുതിക്കൊണ്ട് 6 കൊല്ലം നിരന്തരമായി കത്തുകൾ എഴുതി അവര് ഈ വുഡ്രോ വിൽസൺ എന്ന് പറയുന്ന പ്രസിഡന്റ് അവസാനം ഇത് ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്കത് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയാണ്. ഞാനിത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല പ്രോഗ്രാംസും സ്കീംസും ഒക്കെ നമ്മൾ ആതുര സേവന രംഗത്താണെങ്കിലും ഒക്കെ പലതും നമ്മൾ തുടങ്ങി വെക്കും, പക്ഷെ പലതും, അല്ലെങ്കിൽ നമ്മൾ ആശയമുണ്ട്, അത് നടപ്പിലാകാൻ സാധിക്കുന്നില്ല. പക്ഷെ നിരന്തര പരിശ്രമത്തിന്റെ ഒടുവിൽ ഒരു വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയായിട്ട് ഇത് എടുക്കാം. അപ്പൊ 1876 ഇവര് പറഞ്ഞതിന് ശേഷം 1908
ഇവരുടെ മകൾ ഇത് ഒരു കത്ത് എഴുതി തുടക്കമിടുന്നു. പിന്നീടും 6 കൊല്ലം കൂടി കഴിഞ്ഞ് 1914 ഇതൊരു യാഥാർത്ഥ്യമായി മാറുന്നത്. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ആ പള്ളിയിലെ പ്രാർത്ഥന, അമ്മ പറഞ്ഞു നിർത്തിയ ഒരു പ്രാർത്ഥനയിൽ നിന്നാണ് ഈ കുട്ടിക്ക് ഈ ആശയം ഉണ്ടാകുന്നത്, ഈ അന്ന ജാർവിസ് എന്ന് പറയുന്നത്. അത് ലോകമെമ്പാടും മാതൃദിനമായിട്ട് ആഘോഷിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്തു. അപ്പൊ കുട്ടിയുടെ സ്വഭാവം, ആ കുട്ടിയുടെ മൂല്യങ്ങൾ, ഭാവി എന്നിവ രൂപപ്പെടുത്തുന്നതിൽ അമ്മയുടെ പങ്ക് വളരെ വലുതാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ നമ്മള് പലപ്പോഴും മാതൃദിനത്തിൽ നമുക്ക് കിട്ടുന്ന മെസ്സേജസിന്റെ ബഹളമാണ് അന്ന്. യാതൊരു വിധത്തിലും പിന്നെ സ്ത്രീയെ ബഹുമാനിക്കാത്ത കുടുംബങ്ങളിലുള്ള ആളുകളും, അല്ലെങ്കിൽ ഭാര്യയെ ഒരു തുല്യ പങ്കാളിയായിട്ട് കാണാത്ത ആളുകളും, അമ്മമാരെ നിഷ്കരണം വഴക്ക് പറയുന്ന ആളുകളോ അല്ലെങ്കിൽ അവരെ ഉപേക്ഷിച്ചു പോകുന്ന ആളുകളോ എല്ലാം ഈ ദിവസം മെസ്സേജസ് ഇങ്ങനെ ഒരുപാട് അയക്കും. സങ്കടമഴയിൽ ദുഃഖവെയിൽ സ്നേഹക്കുടയാണ് അമ്മ, ഹൃദയം നിറഞ്ഞ മാതൃദിന ആശംസകൾ. സ്നേഹത്തിന്റെ മറുപേരാണ് അമ്മ, കിടാതെ കാക്കാം ആ നിറച്ചിരി, ഹൃദയം നിറഞ്ഞ മാതൃദിന ആശംസകൾ. ഇങ്ങനെ പോകുന്നു. അമ്മ തണലേകുന്നു, പരിധിയില്ലാ പരിരക്ഷ. ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോ ഇവിടെ സ്നേഹവും പരിധിയില്ലാത്ത പരിരക്ഷ, അതൊക്കെ എടുത്തെടുത്ത് പറയണം. ഇവിടെ ഒന്നും സ്ത്രീയുടെ മറ്റൊരു ക്വാളിറ്റിയെ പറ്റി ഒരു പരാമർശമില്ല എന്നുള്ളത് വാസ്തവത്തിൽ. അന്ന ജാർവിസ് അത് തുടങ്ങിയപ്പോ ജീവിതത്തിൽ മാനവരാശിക്ക് അവർ നൽകുന്ന അതുല്യമായ സംഭാവനകൾ കമ്മമറേറ്റ് ചെയ്യണം എന്ന് അവർ എടുത്തു പറഞ്ഞു. നാനാതുറകൾ എന്ന് അവർ എടുത്തു പറഞ്ഞു. പക്ഷേ ഈ കാലം ചെല്ലും തോറും സ്ത്രീയുടെ മറ്റുള്ള പങ്കിനെ പറ്റി, അല്ലെങ്കിൽ അതിനകത്തുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ, സംഭാവനകളെ നമ്മൾ ഒന്ന് നിശബ്ദമാക്കി വെച്ചുകൊണ്ട് ഈ പരിധിയില്ല പരിരക്ഷ, സ്നേഹം നിറഞ്ഞ മാതൃദിന ആശംസകൾ ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ നമ്മൾ ഒന്ന് പിന്നെ റിസർച്ച് നടത്തിയാൽ ഈ ഫാദർഹുഡ്, അതായത് ഈ നമ്മൾ മാതൃത്വം എന്ന് പറയും, പിതൃത്വം എന്ന് ഫാദർഹുഡിനെ ലൂസായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതിലെ റിവ്യൂ ഓഫ് ജനറൽ സൈക്കോളജി ജേണൽ, അത് വളരെ പ്രശസ്തമായ ഒരു 4 മാസത്തിൽ ഒരിക്കൽ പ്രസിദ്ധീകരിക്കുന്ന സയന്റിഫിക് ജേണൽ ആണ്. അമേരിക്കൻ സൈക്കോളജിക്കൽ സൊസൈറ്റിയുടെ ഒരു ജേണലാണ്. അതിനകത്ത് പറയുന്നത് ഈ മാതൃത്വത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നുള്ള ശാസ്ത്രീയമായ ഒരു അവലോകനം കേട്ടോ. അതിനകത്ത് വേറെ ഇതില്ല. ആ ശാസ്ത്രീയമായി പരിശോധിക്കുമ്പോൾ എവിഡൻസ് സജസ്റ്റ് എന്താണ്, ദാറ്റ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫാദേഴ്സ് ലവ് ഓൺ ഓഫ് സ്പ്രിങ്സ് ഡെവലപ്മെന്റ്, അതായത് കുട്ടികളുടെ വികാസത്തിൽ, വളർച്ചയിൽ, ഈസ് ആസ് ഗ്രേറ്റ് ആസ് ആൻഡ് ഒക്കേഷണലി ഗ്രേറ്റർ ദാൻ ദി ഇൻഫ്ലുവൻസ് ഓഫ് മദേഴ്സ് ലവ്. അതായത് തുല്യ പങ്കാളിത്തമാണ്, തുല്യ പ്രാധാന്യമാണ് അച്ഛൻ്റെ ഒരു ഇടപെടൽ എന്നുള്ളതാണ് ഈ സൈക്കോളജി സൊസൈറ്റിയുടെ ഒരു കണ്ടെത്തൽ എന്ന് മാത്രം അതിനെ കണ്ടെത്തിയാൽ മതി. അപ്പോൾ നമ്മൾ ബ്രെയിനിന്റെ ഘടന പരിശോധിക്കുമ്പോഴും ഈ സ്ത്രീക്ക് പ്രത്യേകമായിട്ട് ഈ പരിധിയില്ലാത്ത പരിരക്ഷ കൊടുക്കാനോ, അളവില്ലാത്ത സ്നേഹം വാരിക്കോരി കൊടുക്കാനോ, അല്ലെങ്കിൽ ക്ഷമയുടെ നെല്ലിപ്പലക എന്ന് വിശേഷിക്കപ്പെടുന്ന തരത്തിൽ ഒരു എന്തെങ്കിലും പ്രത്യേകത ഈ നമ്മുടെ തലച്ചോറിനുണ്ടോ, സ്ത്രീകളുടെ തലച്ചോറിനുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകത ഇല്ല. 2 തലച്ചോറും, സ്ത്രീയുടെയും പുരുഷന്റെയും ഒരുപോലെയാണ്. പുരുഷന്മാരുടെ തലച്ചോറിന് ഒരു 10% സൈസ് കൂടുതലുണ്ട്, അതിന്റെ വലിപ്പം കൂടുതലുണ്ട്. എന്ന് വെച്ചാൽ ബുദ്ധി കൂടുതലുണ്ടെന്നുള്ള അർത്ഥമില്ല, സൈസ് കൂടുതലുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിലെ വയറിങ്, ഇത് മുഴുവനും ഈ നെർവ്സ് തമ്മിലുള്ള ബന്ധമാണല്ലോ ഈ ബ്രെയിനിന്റെ ഫങ്ഷൻ, അതിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. ഇതിലെ വയറിങ് ഇങ്ങനെയാണെങ്കിൽ ഇതിലെ വയറിങ്, ഈ സ്ത്രീയുടെ തലച്ചോറിലെ വയറിങ് കുറച്ച് വ്യത്യസ്തമാണ് എന്നുള്ളത് മാത്രമാണ് അതിലെ ഈ സൈസിലുള്ള വ്യത്യാസത്തിന് പുറമെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ കണക്ഷൻ, ഈ വയറിങ് വളരെ വ്യത്യസ്തമാണെന്നുള്ളതാണ്. അപ്പൊ ഇതിനെയും കളിയാക്കിക്കൊണ്ട് ട്രോൾ ഇത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഹസ്ബൻഡിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ നേരെ പോകുന്ന ഒരു റെയിൽ പാത പോലെ അങ്ങനെ പോവുകയാണ്, അതാണ് ഭർത്താവിന്റെ ബ്രെയിൻ. ഭാര്യയുടെ ബ്രെയിൻ ആണെങ്കിൽ ഇങ്ങനെയാണ്, അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതിനെ പരിഹസിച്ചുകൊണ്ടൊരു ട്രോള് ഇറങ്ങുന്നതാണ്. അതായത് സ്ത്രീയുടെ നമ്മുടെ ഇതിലും ശൈലിയിലും മലയാള ഭാഷയിലും ഇത്തരം ഒരു എന്താണ്, സ്ത്രീയെ കുറച്ചൊന്ന് ഇഴുത്തി കാണിക്കാനുള്ള ഒരു ശ്രമം ചിലപ്പോ കാണുന്നുണ്ട്. അപ്പൊ എന്താണ് പെൺബുദ്ധി പിൻബുദ്ധി, എന്നിട്ട് ഇതിങ്ങനെ
പല ആളുകളും പല സന്ദർഭത്തിലെടുത്ത് പ്രയോഗിക്കും. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ നല്ല മിടുക്കരായിട്ടുള്ള സ്ത്രീകളെ കാണുന്നുണ്ടെങ്കിലും ഈ ശൈലി ഇങ്ങനെ അവിടെ ഇവിടെ അങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നം ചിലപ്പോൾ തോന്നാം. എന്നാൽ നമ്മൾ കാര്യങ്ങൾ പരിശോധിച്ചു വരുമ്പോൾ ഒരു സ്ത്രീയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് പുരുഷന്റെ കാഴ്ചപ്പാടിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. അതിനകത്ത് അവർ പറയുന്നത് പൊതുവെയുള്ള റിസർച്ച് കാണിക്കുന്നത് സയന്റിഫിക് ബേസിസിൽ അത് പറയാം, ശാസ്ത്രീയമായ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സഹാനുഭൂതി, എംപതി എന്നുള്ള വാക്ക് സ്ത്രീകൾക്ക് കൂടുതലാണ്. ജനങ്ങളോട് നേരിട്ട് സംവദിക്കൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അത് വളരെ കൂടുതലാണ് പുരുഷന്മാരെക്കാളും ഇൻ ജനറൽ കേട്ടോ. അതിൽ എക്സെപ്ഷൻസ് ഉണ്ടാകാം, അതായത് അതിനകത്ത് അങ്ങനെ ഇല്ലാത്ത സ്ത്രീകൾ ഉണ്ട്, പക്ഷെ അതിനുള്ള കഴിവ് അവർക്ക് കൂടുതലാണ്. കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കൽ, അത് ഇംബൈബ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ് ഇൻ ജനറൽ. തീരുമാനങ്ങൾ എടുക്കാൻ, ഡിസിഷൻ മേക്കിംഗ്, ഇത് അവർ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉദാഹരണമായിട്ട് ഈ കോവിഡിന്റെ സമയത്ത് ഈ 3 പൊളിറ്റിക്കൽ ലീഡേഴ്സ്, രാഷ്ട്ര തലവന്മാരായിട്ട് ഇരുന്ന 3 സ്ത്രീകൾ, തായ്വാൻ പ്രസിഡന്റ് സായി ഇങ് വെൻ, അടുത്തത് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീന്ത, ഇവരൊക്കെ കോവിഡിന്റെ സമയത്ത് പല രാജ്യത്തെ ന്യൂസിലൻഡിനെയും തായ്വാനെയും ജർമ്മനിയുടെ ചാൻസലർ ആംഗല മെർക്കൽ, ഇവർ 3 പേരും അസാമാന്യമായ നേതൃത്വ പാഠവും ഈ കോവിഡിന്റെ സമയത്ത് കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വളരെ ഇങ്ങനെയുള്ള പേപ്പേഴ്സ് ഇത് റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ്ഡ് ആണ്. അപ്പൊ അതിനകത്ത് അവർ പറയുന്ന ഒരു എക്സാമ്പിൾ, ഈ ബോറിസ് ജോൺസൺ, അന്നത്തെ UK പ്രധാനമന്ത്രി എന്ന് പറയുന്ന ബോറിസ് ജോൺസൺ ആണ്. അപ്പൊ അദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ ഒരു വൈറസ് ഉണ്ട് എന്നുള്ളത് ആളുകൾ പറയുന്നു, പക്ഷെ ഇത് കൈകൊണ്ട് തൊട്ടാലോ അതെങ്ങനെ കൈ കൂടി പകരുന്നതോ, അവരെ ഷേക്ക് ഹാൻഡ് ചെയ്താൽ, അതായത് ഗ്ലൗസ് ഒന്നും ഇടാതെ മാസ്ക് ഒന്നും ഉപയോഗിക്കാതെ നടന്നാൽ ഉടനെ ഈ വൈറസ് പിടിക്കും എന്ന് പറയുന്നതോ അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഇത് കാണിക്കാൻ വേണ്ടി അവിടുത്തെ ഒരു കോവിഡ് ഹോസ്പിറ്റലിൽ, കോവിഡിലെ പേഷ്യൻസ് ഉള്ള സമയത്ത് പോയിട്ട് വെറും ഈ ഗ്ലൗസ് ഒന്നും ഇടാതെ എല്ലാവരെയും, അപ്പൊ മാസ്ക് വെച്ചിട്ടില്ല, ഈ നഴ്സുമാരാരും മെഡിക്കൽ പ്രൊഫഷണലിലുള്ള ആളുകൾ, ഡോക്ടേഴ്സ് ഉണ്ട്, അവരാരും മാസ്ക് വെച്ചിട്ടില്ല, ഇദ്ദേഹവും വെച്ചിട്ടില്ല. കൈ ഷേക്ക് ഹാൻഡ് കൊടുത്തു, ഇതെല്ലാം കഴിഞ്ഞു. അത് ശരി, ഓക്കെ, അത് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ 3-ാമത്തെ ദിവസം ഇദ്ദേഹം കോവിഡ് ബാധിതനായി ആ ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റായി. അപ്പോൾ അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങി വരുന്നത് മാസ്കോട് കൂടിയാണ്. അപ്പോൾ പത്രക്കാരുടെ മുമ്പിൽ അദ്ദേഹം മാസ്കോട് കൂടി പ്രത്യക്ഷപ്പെട്ടു. അന്നത്തെ കാലത്ത് അത് വലിയതായിട്ട് ആഘോഷിക്കപ്പെട്ട ഒരു ചിത്രമാണ് ഈ ബോറിസ് ജോൺസൺ എന്ന് പറയുന്നത്. ഇങ്ങനെ എന്താണ് ഈ രീതിയിലുള്ള ചില തെറ്റായ തീരുമാനങ്ങൾ എടുത്തത് കൊണ്ട് രാജ്യത്തിന് ഒരുപാട് ജീവൻ നഷ്ടമായി എന്നുള്ളത്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പക്ഷെ നമ്മൾ ഇപ്പോഴും പ്രൈമറിലി ദാറ്റ് ഓഫ് എ കെയർ ഗിവർ, അവരൊരു പൊളിറ്റിക്കൽ ലീഡറായിട്ടോ അവരൊരു വേറൊരു സംഭാവന ചെയ്യുന്നതായിട്ടോ നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലേക്ക് വരാത്തൊരു കോൺസെപ്റ്റ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. മുഖ്യമായിട്ടും അവരൊരു പരിരക്ഷ കൊടുക്കുന്ന സ്നേഹത്തിന്റെ പര്യായമായ മദേഴ്സ് ഡേയിലെ ഇത്തരം സന്ദേശങ്ങൾ തന്നെയാണ് മുഖ്യമായിട്ടും നമുക്ക് വന്നത്. തെറ്റില്ല അതിന്, പക്ഷെ സ്ത്രീക്ക് മറുവശങ്ങളും ഉണ്ട് എന്ന് നമ്മൾ ഒന്ന് സ്വയം ഓർമ്മിക്കുകയും മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഇപ്പൊ 195 രാജ്യങ്ങളിൽ 119ലും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ആസൂത്രണ രംഗത്ത്, ശാസ്ത്ര രംഗത്ത് അവിടെ ഒന്നും സ്ത്രീകളുടെ സാന്നിധ്യം പലതിലും ഇല്ല എന്നാണ്. ആസൂത്രണമായിക്കോട്ടെ, നയരൂപീകരണമാവട്ടെ, അതിന്റെ നടപ്പാക്കൽ, ഇംപ്ലിമെന്റേഷനിലാവട്ടെ, വിലയിരുത്തൽ, അതായത് അതിന്റെ അനാലിസിസ് അല്ലെങ്കിൽ അസസ്മെന്റ് എന്നുള്ളതിലോ തീരുമാനമെടുക്കുന്ന സമിതികളിലോ സ്ത്രീകളുടെ സാന്നിധ്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രാതിനിധ്യം കുറവാണ് എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി. നമ്മൾ പറയുന്ന കേരളത്തിലെ 92% സാക്ഷരത സ്ത്രീകൾക്കുണ്ട് എന്ന് നമ്മൾ അഭിമാനിക്കുന്നു. പക്ഷെ ഒരിക്കൽ പോലും കേരള സംസ്ഥാനം രൂപീകരിച്ച് ഈ നിമിഷം വരെ 10% മുകളിൽ, 10 എന്ന് പറഞ്ഞാൽ ബാക്കി 90% പുരുഷന്മാര് സാമാജികരായിട്ടിരിക്കുമ്പോൾ 10%-ൽ താഴെ മാത്രമാണ് സ്ത്രീകളുടെ
സാന്നിധ്യമുള്ളത്. അപ്പോൾ ഇത് 92 ആണ് നമ്മുടെ 0.07, അതാണ് സാക്ഷരത. ഇപ്പൊ ഇവിടെ എല്ലാവരും സാക്ഷരരാണ്. ഇപ്പൊ സാധാരണ ഒരു ഭിക്ഷ യാചിച്ച് നടക്കുന്ന ഇതൊരു തമാശയായിട്ട് ആളുകൾ പറയുന്നതാണ്. വാട്ട് ഇസ് ദ മാറ്റർ, എന്താണ് പ്രശ്നം എന്ന് മാറ്റർ എന്ന് ചോദിച്ചാൽ, മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഒക്യുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് എന്നായിരിക്കും ഒരു സാധാരണ ഭിക്ഷ ചോദിക്കുന്ന ആള് പോലും ഉത്തരം പറയുന്നത്. അത്രയും ലിറ്ററസിയാണ്, അത്രയും സാക്ഷരതയാണെന്നാണ് പൊതുവെ പറയുന്നത്. അപ്പൊ ഹൈറ്റ് ഓഫ് ലിറ്ററസി ഇൻ കേരള. പക്ഷേ നമ്മുടെ അന്നത്തെ കോവിഡിന്റെ സമയത്ത് ഇത് കോഴിക്കോടുള്ള ഒരു 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 സാധാരണ ഒരു തട്ടുകടക്കാരൻ, അദ്ദേഹത്തിന്റെ പൊറോട്ട അദ്ദേഹം ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഒന്ന് ആലോചിച്ചൊക്കെ എന്തൊരു ക്രിയേറ്റിവിറ്റി. അതായത് മാസ്ക് ധരിച്ച ആളുകൾ ഇങ്ങനെ നടക്കുന്നു. അപ്പൊ കോവിഡിന്റെ ആ ആധിക്യം ഒന്ന് കുറഞ്ഞ സമയത്ത് ഈ കടകളൊക്കെ വീണ്ടും സജീവമായപ്പോൾ ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു സർഗാത്മകത. അപ്പോൾ നമ്മൾ 50% സംവരണം കൊണ്ടുവന്നു പഞ്ചായത്തുകളിൽ. അത് നടപ്പിലാക്കിയിട്ടുണ്ട്. മറ്റ് നിയമസഭാ സാമാജികരുടെ കയ്യിലില്ല. പക്ഷെ പഞ്ചായത്ത് തലത്തിൽ ഈ 50% സംവരണം നടത്തിയെങ്കിലും ഇന്ത്യയിലെ സ്ഥിതിയാണ് ഇത്. ഇതൊരു പഞ്ചായത്താണ്. 50% സംവരണം വന്നിട്ട് അവിടെ ഒരൊറ്റ സ്ത്രീകളെ കാണാനില്ല. കാരണം അവരുടെ ഭർത്താക്കന്മാരോ അവരുടെ അനുയായികളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ആരെങ്കിലും ആണ് അവിടെ പോയി റെപ്രസെന്റേഷൻ നടത്തുന്നത്. പ്രാതിനിധ്യം അങ്ങനെയാണ്. കേരളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. കേരളത്തിൽ ഇപ്പോഴും സ്ത്രീകൾ നല്ല പ്രാതിനിധ്യം ഉണ്ട്. അവര് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് 2009 ഒരു ചിത്രമാണ്. കാര്യങ്ങൾ കുറച്ചുകൂടെ ഭേദപ്പെട്ടിട്ടുണ്ട്. പാർലമെന്റിലാവട്ടെ വനിതാ സംവരണം 33% ദാ വന്നു എന്ന് പറഞ്ഞ് ഒരു ബില്ല് പാസ്സാക്കി. പക്ഷെ അത് ഓരോ പാർലമെന്റ് പിന്നെ ഇതിന്റെയും, അതായത് കോൺസ്റ്റിറ്റ്യുവൻസി അതിനെ അതിര് നിർണയിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുകയുള്ളൂ. അതായത് 2029 ഈ ഡീലിമിറ്റേഷൻ, ഈ മറ്റേ അതിർത്തി തീരുമാനിച്ച് കഴിഞ്ഞാൽ ഇത് നടപ്പിലായേക്കാം എന്ന് മാത്രമേ ഇപ്പോഴും പറയുന്നുള്ളൂ. അപ്പൊ നമ്മള് അതിന്റെ ഒരു കാർട്ടൂണാണ്, അന്നത്തെ വലിയ പ്രശസ്തമായ ഒരു കാർട്ടൂണാണ്. വിമൻ റിസർവേഷൻ. അങ്ങനെ ഈ കേരളിന്റെ പോലെ ഒരു വലിയ തീവണ്ടി ഇങ്ങനെ വരുന്നു. അപ്പൊ ഇവിടെ പാളം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. മെൻ അറ്റ് വർക്ക്. പുരുഷന്മാരിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല പിന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണ് വെയിറ്റ്, ട്രാക്ക് വിൽ ബി റെഡി ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇത് ശരിയാക്കാം. അപ്പൊ സ്ത്രീകൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട അല്ലെങ്കിൽ അന്തം വിട്ട് അങ്ങനെ സൈഡിൽ കാത്തു നിൽക്കുകയാണ്, ഈ ട്രെയിൻ വന്നിട്ട് വേണം കയറാൻ എന്ന് പറഞ്ഞു. അപ്പോൾ വനിതാ സംവരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാതൃത്വത്തെ നമ്മൾ ആഘോഷിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ, അത് നമ്മുടെ രാജ്യം അങ്ങനെ ആഘോഷിക്കുന്നുണ്ടല്ലോ, നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആഘോഷിക്കുന്നുണ്ടല്ലോ. കേരളത്തിലും അങ്ങനെ പ്രാതിനിധ്യമില്ല, മറ്റുള്ള സംസ്ഥാനങ്ങളിലും പ്രാതിനിധ്യമില്ല, കേന്ദ്രത്തിലും അതിന് വേണ്ട ഈ ശരിയായിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം. അപ്പൊ നമ്മുടെ ജോലി വളരെ വലുതാണ്, ഈ ബോധ്യം ആളുകളിൽ ഊട്ടി ഉറപ്പിക്കുക. നമ്മുടെ കുട്ടികളിലെങ്കിലും, ഇപ്പൊ കുട്ടികൾ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ വിലയിരുത്തലിനും നമ്മുടെ സപ്പോർട്ടിനൊന്നും അവർ കാത്തു നിൽക്കാതെ അവരുടെ ലോകം അങ്ങനെ കൊണ്ടുപോകുന്നു. അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ബെസ്റ്റ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ വിമൻ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായ എന്താണ് അതിൻ്റെ വികാസം ഏറ്റവും കൂടുതൽ പ്രാപിച്ചിട്ടുള്ളത് കേരളത്തിലാണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ഇവിടുത്തെ പിന്നെ 943 പേരാണ്. 1000 പുരുഷന്മാർക്ക് 943 സ്ത്രീകളാണ് ഇന്ത്യയിൽ. ഞാൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അതായത് അതിൻ്റെ പോവർട്ടി, പിന്നെ ലിറ്ററസി, സാക്ഷരത, മാതൃമരണ നിരക്ക്, ഇതെല്ലാം ഇങ്ങനെ ഒരുപാട് സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതെല്ലാം ഏറ്റവും കുറവ് ഇവിടെയാണ്. ലിറ്ററസി ഏറ്റവും കൂടുതൽ. 1000 പേർക്ക് പുരുഷന്മാർക്ക് 943 സ്ത്രീകൾ ആണ് ആവറേജ് ഇന്ത്യയിൽ. ഇവിടെ 1084 പേരുണ്ട്. അത് കാണിക്കുന്നത് പെൺകുട്ടികളെ നമ്മൾ അവരുടെ ജനനം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നോട്ട് ഇനഫ് റെപ്രസെന്റേഷൻ ഫോർ ദം ഇൻ ദ ലെജിസ്ലേച്ചർ. അവിടെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത്. അവിടെ നമ്മൾ ഈ 10% അപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പം നമ്മുടെ 129 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ പുരുഷന്മാരുള്ളപ്പോൾ 11 പേര് മാത്രം, 11 കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്, നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് സ്ത്രീകളുള്ളത്. അതിങ്ങനെ സ്ത്രീകളുടെ പ്രാതിനിധ്യം പടവലഞ്ഞ നമ്മുടെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. അത് മുകളിൽ വണ്ണം കാണും, താഴേക്ക് ഇങ്ങനെ വളർന്നു വരുന്തോറും വണ്ണം കുറഞ്ഞു വരും. അതുപോലെ
1996 13 MLA സ്ത്രീകൾ ഉണ്ടായിരുന്നു. 2020 ആവുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്, ഇത് ഒരുപാട് കൂടണം എന്നാണ്. പക്ഷെ അത് താഴേക്ക് വരികയാണ്. അപ്പൊ അതാണ് നമ്മുടെ സ്ഥിതി. നമുക്ക് ഇതുവരെ ഈ നിമിഷം വരെ ഒരു വനിതാ മുഖ്യമന്ത്രി നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ. ഇത്രയും വലിയ എന്താണ് സ്ത്രീകളുടെ ഒരു ഉന്നമനം, സ്ത്രീ എന്താണ് ശാക്തീകരണം. എനിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് വിഷമമാണ്. കാരണം ഈ ശാക്തീകരണം ഈ വർത്തമാനത്തിലല്ലാതെ സ്ത്രീകളെ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. പക്ഷെ വേണ്ടത്ര പ്രാതിനിധ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. അത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും അതിന് വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുത്ത് കാണുന്നില്ല. ഇത് നമ്മൾ മറ്റൊരു ഗവേഷണ ഫലം കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹശേഷം 39% സ്ത്രീകൾ ജോലി ഉപേക്ഷിക്കേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ്? ഈ കെയർ ഗിവർ എന്നുള്ള കോൺസെപ്റ്റ് അത് വേണ്ടെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ ആ കോൺസെപ്റ്റിന്റെ ഫലമായിട്ട് എന്ത് പറ്റുന്നു? കുട്ടി എന്ന് പറയുന്ന രണ്ടുപേരുടെയും ഒരു തുല്യ പങ്കാളിത്തം ആവശ്യമുള്ള സന്ദർഭത്തിൽ പോലും ഇവരുടെ ജോലി സാക്രിഫൈസ് ചെയ്തുകൊണ്ട്, അത് ബലി കഴിപ്പിച്ചുകൊണ്ട്, അല്ല അവരുടെ ഗവേഷണം, അവരുടെ റിസർച്ച് ഇതെല്ലാം ബലി കഴിച്ചുകൊണ്ട് അവര് കുടുംബത്തിന്റെ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് മാറിപ്പോകേണ്ടി വരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആലോചിക്കുന്ന എന്തിനാണ് അങ്ങനെ ഒരു സാക്രിഫൈസ്? നമ്മളൊരു വ്യക്തിയാണല്ലോ, വ്യക്തി എന്നുള്ള രീതിയിലാണല്ലോ നമ്മളെ കാണേണ്ടത് എന്നുള്ള രീതിയിൽ അവർ അങ്ങനെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ മാതൃദിനത്തില് നമ്മൾ വാസ്തവത്തിൽ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ത്രീകളുടെ മൾട്ടി ടാസ്കിങ്, അതായത് ഒരുപാട് ജോലികൾ ഒരേ സമയം ചെയ്യാനുള്ള അവരുടെ കഴിവുണ്ടല്ലോ. അവർ കുക്ക് ചെയ്യുന്നുണ്ടാവും, ഒരു പാട്ട് കേൾക്കുന്നുണ്ടാവും, അതിൻ്റെ ഇടയിൽ വേറെ ഇവർക്ക് ദോശ ചുട്ട് അപ്പുറത്തേക്ക് കൊടുക്കുന്നുണ്ടാവും. ഇങ്ങനെ ഓഫീസിൽ പോകുന്ന സ്ത്രീകളാണെങ്കിൽ അവർ അതിൻ്റെ ഇടയിൽ ഓഫീസ് കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ടാവും, കുട്ടികളുടെ കാര്യം നോക്കുന്നുണ്ടാവും, തന്നെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ മൾട്ടി ടാസ്കിങ്, അതിന് ഉള്ള ആ ടാലന്റിനെ നമ്മൾ വേണ്ടത്ര പ്രോത്സാഹിപ്പിക്കാൻ സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും, ഇപ്പൊ കേരളത്തിന്റെയോ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെയോ ഒരു പോളിസി മാറ്റം വന്നു കഴിഞ്ഞാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നമ്മുടെ ഇടയിൽ തന്നെ സ്ത്രീകളെ ഇങ്ങനെയുള്ള ഇതിനകത്തേക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനോ അല്ലെങ്കിൽ ആ സ്കീമുകൾ അങ്ങനെ ഒന്ന് പുനഃക്രമീകരിക്കാനോ നമുക്ക് സാധിക്കും. ഒരു ഉദാഹരണം ഇപ്പൊ ഇതിനകത്ത് ഈ അമ്മമാർക്ക് പെൺകുട്ടികളുടെ വളർച്ചയിൽ അല്ലെങ്കിൽ മക്കളുടെ വളർച്ചയിൽ ഒരുപാട് പങ്ക് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ ഡൽഹി വനിതാ കമ്മീഷന്റെ സ്ത്രീ നേട്ടം, അതായത് വിമൻ ഓഫ് ദ ഇയർ അവാർഡ് കിട്ടിയത് 2017 ഈ കുട്ടിക്കാണ്. 2017 ഒരു ചിത്രമാണിത്. അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ഈ ഇതുപോലെ ഒരു എന്താണ് പാരാലിമ്പിക്സ് അല്ല, ഈ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു രൂപകൽപ്പന ഇത് ചെയ്തു. ഈ ട്രെയിനിൽ കയറാൻ നേരത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഒരെണ്ണം ചെയ്തു. പിന്നെ അതുപോലെ വിരാലി എന്ന് പറയുന്ന മിസ് ഇന്ത്യ, അവർ വീൽ ചെയറിലായി പോയ ഒരു പെൺകുട്ടിയാണ്. അവർക്ക് ഈ 2014 മിസ് ഇന്ത്യ വീൽ ചെയർ അവാർഡാണ്. അപ്പോൾ ഒന്നാലോചിച്ചപ്പോൾ ഒരു പ്രതിസന്ധിയും വാസ്തവത്തിൽ പ്രതിസന്ധികൾ മാത്രമായിട്ട് അവസാനിക്കുന്നില്ല. എല്ലാ സന്ദർഭത്തിലും നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട് എന്ന് കാണിക്കുന്ന ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ചുറ്റിലുമുണ്ട്. നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ പാഠങ്ങൾ ഉൾക്കൊള്ളുക, നമ്മൾ ചുരുങ്ങിപ്പോകാതെ നമ്മുടെ എല്ലാ കഴിവുകളും, നാനാ തുറകളിലും നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ നമ്മൾ സ്വയം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് ലോകത്തെ സ്വാധീനിച്ച 100 വനിതകളിൽ ഒരാളായിട്ട് ഈ വിരാലി മിസ് ഇന്ത്യ അവര് ഇടം പിടിച്ചു. നേരത്തെ കാണിച്ച ചിത്രം, അവരെ കല്യാണം കഴിക്കാൻ തയ്യാറായിട്ട് ഒരാൾ വരികയും ചെയ്തു. അപ്പൊ അവര് സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുന്നു. പക്ഷെ ഇപ്പോഴും നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വീടുകളിൽ, സ്വന്തം വീടുകളിൽ സ്ത്രീകൾ ചെയ്യുന്ന ജോലി ഒരു വലിയ ലിസ്റ്റാണത്. അത് ഇപ്പോഴും അദൃശ്യമായിട്ട്, ഇൻവിസിബിൾ ലേബർ ആയിട്ട് നമ്മൾ നിലനിൽക്കുന്നു. അതിന്റെ പ്രൊഡക്ടിവിറ്റി, അതായത് നോട്ട് കൗണ്ടഡ് ഇൻ GDP, അതായത് ദേശീയ വരുമാനത്തിന്റെ GDPയുടെ ഭാഗമായിട്ട് ഈ കോൺട്രിബ്യൂഷൻസ് എടുക്കുന്നില്ല ഇപ്പോൾ. അപ്പൊ നമ്മൾ വിചാരിക്കും ദേശീയ വരുമാനത്തിന്റെ കൂടെ എങ്ങനെയാണ് ഇത് ചേർക്കാൻ പറ്റുക, ഗാർഹികമായിട്ടുള്ള ഈ ജോലികൾ.
അപ്പൊ അത് വഴിയെ പറയാം. 41.3 ലക്ഷം ഗാർഹിക തൊഴിലാളികളുണ്ട്. അതായത് നമ്മുടെ വീടുകളിൽ സഹായിക്കാൻ വരുന്ന ആളുകളുണ്ട്. അവരുടെ ജീവിതം എങ്ങനെയാണ്? അവർക്ക് എന്തെങ്കിലും സാമൂഹ്യ സുരക്ഷയുണ്ട്? നമ്മളെ ഈ മാതൃദിനം എന്ന് പറയുമ്പോൾ ഇവരും മാതാക്കളാണ്, ഇവരും അമ്മമാരാണ്. അവർക്ക് എന്തെങ്കിലും, തെങ്ങ് കയറ്റ തൊഴിലാളിക്ക് ഒരു പെൻഷൻ ഉണ്ട് അല്ലേ, തോട്ടം തൊഴിലാളികൾക്ക് പെൻഷൻ സ്കീമുണ്ട്, ഗാർഹിക തൊഴിലാളികൾക്ക്, അവരും തൊഴിലാളികളാണ്, അവർ നമ്മളെ സഹായിക്കുന്നവരല്ലേ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ തൊഴിൽ നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടേണ്ടതല്ലേ? എന്തൊരു സേവനമാണ് അവർ ഓരോ വീടുകളിലും ചെയ്യുന്നത്. നമ്മുടെ എത്ര എനർജി, എത്ര സമയം അവർ ലഘൂകരിച്ച് തരുന്നു. ഈ കേരള ഗാർഹിക തൊഴിലാളി നിയന്ത്രണ ക്ഷേമ ബിൽ 2021 പിന്നെ ഇത് നടപ്പിലാക്കിയതാണ്. അത് പോളിസി രൂപീകരിച്ചതാണ്. പക്ഷെ ഈ നിമിഷം വരെ 4 കൊല്ലം കഴിഞ്ഞു, ഈ നിമിഷം വരെ അത് നടപ്പിലാക്കിയിട്ടില്ല. എന്താ ആ ബില്ലിൽ പറയുന്നത്? ഹോം നേഴ്സിന്, അതായത് അത് സ്കിൽഡ് ലേബർ ആണ്. ഹോം നേഴ്സായിട്ട് വരുന്നത് അവർക്ക് 39 രൂപ ഒരു മണിക്കൂറിലെ ഒരു ഇതാണ്. തോട്ടപ്പണി സെമി സ്കിൽഡ് ആണ്. അതായത് വൈദഗ്ധ്യം, നൈപുണ്യം ആവശ്യമുള്ള ഒരു മേഖലയാണ്. പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത ആ കാറ്റഗറിയിൽ, അതായത് അൺസ്കിൽഡ് ലേബർ ആയിട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ഗാർഹിക തൊഴിലാളികളെ ചെയ്യിക്കണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ പാചകം എന്ന് പറയുന്ന ഒരു പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമില്ലാത്തതാണെന്ന് എങ്ങനെയാണ് പറയുക? ഏറ്റവും കൂടുതൽ വൈദഗ്ധ്യം ആവശ്യമുള്ളതാണ് ഈ പാചകകല. അത് എപ്പോഴെങ്കിലും അടുക്കളയിൽ കയറിയിട്ടുള്ള ഒരാൾക്ക് അത് ബോധ്യമുണ്ട്, അത് കഴിക്കുന്ന ആളുകൾക്ക് അത് ബോധ്യമുണ്ടാവും. കാരണം ഇഡ്ഡലി കറക്റ്റായിട്ട് ആ മാവ് അരച്ചുണ്ടാക്കണമെങ്കിൽ അതിനൊരു പ്രൊപ്പോർഷൻ ഉണ്ട്. അതിലൊന്ന് തെറ്റിപ്പോയാൽ തീർന്നു അവിടെ. അതുപോലെ ഈ ഉപ്പിടുന്നതിൽ അതിലൊരു പ്രത്യേക വൈദഗ്ധ്യം. അപ്പൊ സ്കിൽഡ് ലേബർ ആയിട്ട് തന്നെ ഇവരെ എടുക്കണം. ഇതിനകത്ത് ഒരുപാട് ഈ 2021 ഈ കാര്യങ്ങൾ മാത്രമല്ല, ഈ ബില്ലിൽ പറയുന്നത് ഈ കാര്യങ്ങൾ മാത്രമല്ല, അതിനകത്ത് വേറെ ഒരുപാട് ക്ഷേമ പദ്ധതികൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഈ നിമിഷം വരെ അത് നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സങ്കടം. എന്നാൽ ഈ ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, അതായത് നമ്മുടെ വീടുകളിൽ ഈ ജോലികൾ ചെയ്യുന്ന അൺപെയ്ഡ് ലേബർ ഓഫ് വിമൻ അറ്റ് ഹോം is 3 times the annual turnover of ആപ്പിൾ കമ്പനി. ആപ്പിൾ കമ്പനി എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തമായ ഒരു സോഫ്റ്റ്വെയറിന്റെ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന്റെ ഒക്കെ ഒരു കമ്പനിയാണ്. അവരുടെ വാർഷിക വരുമാനത്തിന്റെ 3 ഇരട്ടിയാണ് ഈ മാസത്തിൽ സ്ത്രീകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, എക്കോണമിക്ക്, സമ്പദ്ഘടനയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസ എല്ലാം കൂടി കൂട്ടി വെച്ചാൽ ഇതിന്റെ 3 ഇരട്ടി വരുന്നതാണ്. എത്ര വരും? 10 ട്രില്യൺ ഒരു കൊല്ലം. 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടി ഡോളറാണ്, 1 ലക്ഷം കോടി രൂപയാണ്. അപ്പൊ 10 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം കോടി ആണ് ഒരു കൊല്ലത്തെ വരുമാനം. എങ്ങനെയാണത്? ഇത് ഒരു ഉദാഹരണം, അത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 6 മണി മുതൽ വെളുപ്പിന് 6 മണി മുതൽ 11 മണി വരെ ഒരു സ്ത്രീ, 11 മണിക്ക് ശേഷമുള്ളത് ഞാൻ ചേർത്തിട്ടില്ല, അവർ ദോശ ഉണ്ടാക്കുന്നു, ചായ ഉണ്ടാക്കുന്നു. ഏറ്റവും മിനിമം ഒരു എമൗണ്ടേ ഞാൻ ഇട്ടിട്ടുള്ളൂ, 30 രൂപ. 30 രൂപയ്ക്ക് ഈ ദോശയും ചായയും കൂടി കിട്ടില്ല എന്നെങ്കിലും 30 മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. വീട് വൃത്തിയാക്കാൻ നമ്മൾ ഒരാളെ ഹയർ ചെയ്യുകയാണെന്ന് വിചാരിച്ചോളൂ. ഇന്നത്തെ ദിവസം വീട് വൃത്തിയാക്കണമെങ്കിൽ ഏറ്റവും മിനിമം ഞാൻ അയാൾക്ക് 100 രൂപയെങ്കിലും, 100 രൂപയ്ക്കൊന്നും ആരും കിട്ടില്ല, എന്നാലും പോട്ടെ, 100 രൂപ ഇടുന്നുള്ളൂ. തുണിയെല്ലാം നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നനച്ചെടുക്കണം. ഞാൻ 300 രൂപയെ ഇട്ടിട്ടുള്ളൂ. 300 രൂപയ്ക്ക് ഒരു മനുഷ്യക്കുഞ്ഞു പോലും, ഒരു പൂച്ചക്കുട്ടി പോലും വരാൻ പോണില്ല, എന്നാലും അത്ര ഇട്ടുള്ളൂ. എല്ലാ പാത്രങ്ങളും കഴുകി വെക്കണം, ഞാൻ 100 രൂപയെ ഇട്ടിട്ടുള്ളൂ. കഷ്ണമരികൾ 100 രൂപയെ ഇട്ടിട്ടുള്ളൂ. കുട്ടികളെ നോക്കൽ 300 രൂപയെ ഇട്ടിട്ടുള്ളൂ. നമ്മളൊരു അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയാൽ 300 രൂപ ഒരു ദിവസത്തിന് ഒരാൾ പോലും കുട്ടികളെ നോക്കില്ല. കാരണം അതൊരു നല്ല ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ്. സ്കൂളിൽ കൊണ്ടുവിടല്ല. അതിപ്പോ സ്ത്രീകൾക്ക് ഈ സ്കൂട്ടർ ഓടിക്കാനും വാഹനം ഓടിക്കാനും ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവര് ആ ജോലിയും കൂടി അവര് ഏറ്റെടുക്കാൻ തുടങ്ങി. 120 രൂപയെ ഞാൻ ഇട്ടിട്ടുള്ളൂ. അത് പോട്ടെ. പഠിപ്പിക്കല്, സ്കൂൾ വിട്ട് വന്നാൽ അല്ലെങ്കിൽ ഓഫീസ് വിട്ട് വന്നാൽ പല കുട്ടികളുടെയും പഠന കാര്യങ്ങൾ സ്ത്രീകൾ ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ 1250 രൂപ. ഇത് മാത്രം 9 തൊട്ട് 11 മണി വരെയുള്ള ഭക്ഷണം മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണം ഞാൻ ചേർത്തിട്ടില്ല. അപ്പം 30 പ്ലസ് ഉച്ചയ്ക്കുള്ള ഊണ് ഒരു 50 രൂപ ഇട്ടാൽ മതി. വൈകുന്നേരത്തെ ചായ ഒരു 10 രൂപ ഇട്ടാൽ മതി.
രാത്രിയിലത്തെ ഭക്ഷണം ഒരു 30 രൂപ തന്നെ ഇട്ടാൽ മതി. അങ്ങനെ പോയാൽ പോലും ഇത് 1250 എന്നുള്ള പിന്നെയും കൂടും. 1250 നിർത്തുന്നു. 1050 രൂപ ഒരു ദിവസം ഒരു സ്ത്രീ അവനവന്റെ വീട്ടിലേക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് ഗുണം 30 എന്ന് പറഞ്ഞാൽ 37,500 രൂപ. അത്രയും രൂപയുടെ പണി ഈ 9 മണി തൊട്ട് 6 മണി തൊട്ട് 11 മണി വരെ ഒരു സ്ത്രീ വീട്ടിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ ആരെങ്കിലും അക്നോളജ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് പേര് മാത്രമേ അക്നോളജ് ചെയ്യുന്നുള്ളൂ. പൊതുവെ ഈ സ്ത്രീകളുടെ പൊതുവിജ്ഞാനം കുറവാണ്, അല്ലെങ്കിൽ അവർ പൊതുവിജ്ഞാന പരീക്ഷകളിൽ അവർ പിന്നാക്കം, അമ്മമാരോ അല്ലെങ്കിൽ ഭാര്യമാരോ ആവുന്നവർ, അല്ലെങ്കിൽ കുടുംബകാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടി വരുന്നവർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതൊരു റീസണാണ്. ഇതൊരു തീരാത്ത ജോലിയാണ് ഈ കുടുംബത്തിലേത്. അപ്പൊ പുരുഷന്മാർ പൊതുവെ ഈ 6 മണി തൊട്ട് 11 മണി വരെയുള്ള, പൊതുവെ കേട്ടോ, എല്ലാവരും അങ്ങനെയാണെന്നുള്ള എടുക്കരുത്, പൊതുവേ കേരളത്തിൽ ഇപ്പോഴും അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഈ സമയം പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാൻ അവർക്ക് ആ ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് അല്ലാതെ ഇപ്പം ചെയ്യുന്നുണ്ട് കേട്ടോ, പണ്ടത്തെ ആളുകളും ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. ഇൻ ജനറൽ എന്നുള്ളത് ദയവായിട്ട് അതിൻ്റെ അകത്ത് എടുക്കുക. നമ്മൾ ഈ മാതൃദിന സന്ദേശത്തിൽ എപ്പോഴും കേൾക്കുന്നത് എന്താണ്? ഊർജ്ജസ്രോതസ്സായി തിളങ്ങുകയെന്നും. അതായത് എപ്പോഴും നല്ല ഇങ്ങനെ നല്ല സ്മാർട്ടായിട്ട് അങ്ങനെ നിന്ന് ചെയ്തോളാം എന്നാ പറയുന്നത്. ഹൃദയം നിറഞ്ഞ മാതൃദിന ആശംസകൾ. അപ്പൊ അതിനെ കളിയാക്കിക്കൊണ്ട് ആളുകൾ അനദർ ഡേ ഇൻ പാരഡൈസ്, സ്വർഗത്തിലെ അടുത്ത ദിവസം, ഒരു ദിവസം കൂടി ഉണ്ട്. ഈ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ആയിട്ട് അത് സ്വർഗതുല്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ അതിനോടൊപ്പം അവർക്ക് വീട്ടിലെ രോഗം ആയിട്ട് കിടക്കുന്ന ആളുകളെ, സുഖമില്ലാത്ത ആളുകളെ ശുശ്രൂഷിക്കൽ, തൂത്തു തുടയ്ക്കൽ, കുട്ടികളെ പരിപാലിക്കൽ, പാചകം, ഇതെല്ലാം അവരുടെ ചുമതലയിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ അവരെങ്ങനെ വളരണം എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ബെസ്റ്റ് മദേഴ്സ് ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലമെങ്കിലും നമ്മൾ എപ്പോഴും ഈ സന്ദേശം അയച്ച് എന്താണ് മദേഴ്സ് ഡേ മറ്റേ ഗ്രീറ്റിംഗ്സ് ഇത് എന്ന് പറഞ്ഞാൽ വെറുതെ സമയം കളയാതെ, അത് പിന്നെ വായിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇരുന്ന് വായിക്കണ്ടേ. അപ്പൊ അതിനേക്കാളും അവർക്ക് ഒരു ദിവസം ഫ്രീ. ഞാൻ ഒരു ദിവസം മാത്രമേ പറയുന്നുള്ളൂ, എല്ലാ ദിവസവും അവർക്ക് കുറച്ച് സമയം ഫ്രീ ടൈം കൊടുക്കണം. പക്ഷെ ചുരുങ്ങിയ പക്ഷെ ആ മാതൃദിനത്തിലെങ്കിലും അവർ ഈ ജോലികളിൽ നിന്ന് ഇന്ന് വിശ്രമിച്ചോളൂ എന്ന് പറയാനുള്ള ഗിവ് എ ബ്രേക്ക്. അതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റില്. അപ്പൊ ഈ മുംബൈ കോടതി ഒരു പ്രാവശ്യം ഇതിങ്ങനെ ഈ വിഷയം ഇത് ചർച്ച ചെയ്യാൻ ഇടയായി കഴിഞ്ഞപ്പോൾ ഈ നോർവേയിലും ഓസ്ട്രേലിയയിലെയും പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ കുടുംബകാര്യത്തിൽ, പാചകകാര്യത്തിൽ ഉൾപ്പെടെ കുടുംബകാര്യത്തിൽ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഒരു പരാമർശം ഒരു കേസിന്റെ ഭാഗമായിട്ട് വന്നു. എത്രയാണ് അവര് പിന്നെ ചെയ്യുന്നത്? സാധാരണ സ്ത്രീകൾ ഏകദേശം 107 മിനിറ്റ്, അല്ല സോറി, സാധാരണ പുരുഷന്മാർ ഈ നോർവേയിലും ഓസ്ട്രേലിയയിലും 107 മിനിറ്റ് അവർ ചെലവഴിക്കുന്നുണ്ട്. അത്രേ 107 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 1 മണിക്കൂർ പിന്നെ ഒരു 47 മിനിറ്റ്, അത്രയാണ് അവർ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത്. ഇന്ത്യയിലെ പുരുഷന്മാർ ശരാശരി, ഇത് കോടതിയുടെ നിരീക്ഷണമാണ്, മുംബൈ കോടതിയുടെ, 19 മിനിറ്റാണ് ശരാശരി വീട്ടിലെ ഈ പാചക കാര്യത്തിൽ, ഗാർഹികമായിട്ടുള്ള കാര്യങ്ങളിൽ ചെലവഴിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സ്ത്രീകൾ എത്രത്തോളം ഭാരം അതിനകത്ത് ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അതിനോടനുബന്ധിച്ച് പല ഈ ഇപ്പോഴത്തെ കുട്ടികളുണ്ടല്ലോ, ഈ യങ്സ്റ്റേഴ്സ്, അവർ ഈ ഹൗ മെനി അവരുടെ ഇൻസ്റ്റലേഷൻസ്, അതായത് ഇങ്ങനെ വിമൻസ് ഡേ അല്ലെങ്കിൽ ഇങ്ങനത്തെ ദിനങ്ങളിൽ അവരുടെ ഒരു ഇതുണ്ട്. അതിനകത്ത് അവർ പറയണം ഹൗ മെനി ദോശാസ് വുഡ് യു ഹാവ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വിട്ടിട്ട് അവർ ഒരു ഇത് ചെയ്തതാണ്. ഈ ദോശ ഉണ്ടാക്കുന്ന ഒരു സ്ത്രീയുടെ പടവും കൊടുത്ത് 4 മെമ്പർ ഫാമിലിയിൽ 3 ദോശ ഒരാൾ കഴിക്കുന്നു വിചാരിക്കുക. അപ്പൊ എല്ലാം കൂടി 12 ദോശ ഒരു ദിവസം. 365 ദിവസത്തിൽ എത്ര ദോശ ഉണ്ടാക്കും നിങ്ങൾ? 4380 ദോശ ഉണ്ടാക്കും. നിങ്ങൾ 26ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച ഒരു സ്ത്രീയാണ്, എന്നിട്ട് നിങ്ങൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 76 വയസ്സ് വരെ നമ്മുടെ ലോഞ്ചിവിറ്റി, ദൈർഘ്യം അങ്ങനെയാണല്ലോ, 76 വയസ്സ് വരെ ജീവിച്ചു എന്നുണ്ടെങ്കിൽ 50 കൊല്ലം നിങ്ങൾ ഈ ദോശ ഉണ്ടാക്കുന്നു. ദോശ ഉണ്ടാക്കുമ്പോൾ 4380 ഗുണം 50 ഏകദേശം 2,19,000 ദോശ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കും.
സോ വാട്ട് എന്നാണ് ഈ പുതിയ തലമുറയിലെ ആളുകൾ. ഇതൊന്നും ചെയ്യണ്ട എന്നല്ല, പക്ഷെ അവർക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ചെറിയ സ്പേസും കൂടി നമ്മൾ കൊടുക്കാൻ ആ ഉത്തരവാദിത്വം നമ്മളേക്കാണ്. ഇപ്പൊ ദോശയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പലതരത്തിലുള്ള ദോശ ഉണ്ടാകുക. ബീട്രൂട്ട് മസാല ദോശ, ഓട്സ് ദോശ, ഗോതമ്പ് ദോശ, പ്ലെയിൻ ദോശ, മുട്ട ദോശ, ചിക്കൻ ദോശ എല്ലാം ഉണ്ട്. അപ്പൊ ഈ ഇടയ്ക്ക് അഹമ്മദാബാദിലെ ഹെലികോപ്റ്റർ ദോശ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ പറക്കുവോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ അത് പറക്കൊന്നുമില്ല. അതിന് അങ്ങനെയാണ് പേരിട്ടിരിക്കുന്നത്. ഇതിന്റെ പുറത്ത് സാമ്പാറും ചമ്മന്തി എല്ലാം കൂടി ഒഴിക്കും. ഇതൊരു സ്ട്രീറ്റ് വെൻഡറാണ് ഈ സ്ത്രീ, അതായത് തെരുവോര കച്ചവടക്കാരി. ഹെലികോപ്റ്റർ ദോശ ഭയങ്കര ഫേമസ് ആണ് അഹമ്മദാബാദില്. അപ്പൊ അങ്ങനെയും ദോശയുണ്ട്. പക്ഷെ സംഗതികൾ മാറി മാറി വരികയാണ്. ഇപ്പോഴത്തെ കേരള സർക്കാരിന്റെ പുസ്തകത്തിൽ ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, ഇത് നിർത്താറായോ നിങ്ങൾ? ഞാൻ സമയം അതിക്രമിച്ചോന്ന് എനിക്കൊരു 5 മിനിറ്റ് പോവാം മേഡം. 5 മിനിറ്റ്. അപ്പൊ അത് സമയം ആവുമ്പോ എന്റെ അടുത്ത് ഒന്ന് പറയണേ. ഞാൻ 10-20 ആവുമ്പോഴത്തേക്കും നിർത്താം. അപ്പൊ തിങ്സ് ആർ ചേഞ്ചിങ്. കേരളയിലെ ഒരു ജെൻഡർ ന്യൂട്രൽ ഒരു റെപ്രസെന്റേഷൻ. ഈ അച്ഛൻ ഇരുന്ന് തേങ്ങ തിരുമുകയാണ്, അമ്മ പാചകം ചെയ്യുന്നു, കുട്ടി അവിടെ പാത്രങ്ങൾ എന്തോ അടുക്കി വെക്കുന്നു. ഈ കുട്ടി ആയിട്ടില്ല, ആൺകുട്ടി, അത് എന്തോ വേറെ കളിപ്പാട്ടമൊക്കെ കൊണ്ട് നിൽക്കുകയാണ് ചുരുങ്ങിയ. പക്ഷെ ഈ അച്ഛൻ അവിടെ ഇരുന്ന് തേങ്ങ തിരുമുന്നത് ഒരു കോൺസെപ്റ്റ് അങ്ങനെ രൂപീകരിക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. കുട്ടികളുടെ വിവാഹത്തിനെ പറ്റിയുള്ള സങ്കല്പങ്ങളും മാറി മാറി വരുന്നു. അത് ഇതുപോലെയുള്ള അൺഈക്വൽ അസന്തുലിതമായ ഈ ഭാരം ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ഈ ക്ഷമാ ബിന്ദു ഗുജറാത്ത് ഈ ഇടയ്ക്ക് ന്യൂസിൽ വന്നാണ്. അവര് വേറെ ആരെയും കിട്ടാത്തതുകൊണ്ട് തന്നെത്താനെ കല്യാണം കഴിച്ചു, തന്നെത്താനെ സിന്ദൂര് വിട്ട് തന്നെത്താൻ താലി കെട്ടി അവര് സന്തോഷമായിട്ട് കഴിയുന്നു എന്നാണ്. വരനെ ആവശ്യമുണ്ടെന്നുള്ള പരസ്യങ്ങളിലും ഈ ഇടയ്ക്ക് വന്നാണ്. പരിസ്ഥിതി, യാത്ര, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, വായന എന്നിവയിൽ തൽപരയായ 29 വയസ്സുള്ള അധ്യാപികയ്ക്ക് മതേതര ചിന്താഗതിയുള്ളവരിൽ നിന്ന് വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു. അപ്പൊ ആളുകൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അവരുടെ കോൺസെപ്റ്റ്. ചൈനയില്, നമ്മുടെ രാജ്യത്തിൽ മാത്രമല്ല ചൈനയിലും ഇതേ മാറ്റങ്ങളുണ്ട്. ഈ പുരുഷന്മാരുടെ ഇടയിൽ ഈ മാറ്റങ്ങളുണ്ട്. അപ്പൊ ഷെങ് ജിയ എന്നാണ് ഈ എഞ്ചിനീയർ ആണ് ഇദ്ദേഹം നോക്കിയിട്ട് ഒരു പെൺകുട്ടി ഇദ്ദേഹത്തിന് പറ്റുന്ന പെൺകുട്ടികളില്ല. അപ്പൊ വിവാഹത്തിനെ പറ്റിയുള്ള കോൺസെപ്റ്റില് ചില സുന്ദരിയായിരിക്കണം, അധികം സംസാരിക്കരുത്, എല്ലാ ജോലിയും ചെയ്യണം, അങ്ങനെ എന്തൊക്കെയോ കോൺസെപ്റ്റ് ഇദ്ദേഹത്തിനുണ്ട്. അപ്പൊ അങ്ങനെ ആരെയും കിട്ടാത്തതുകൊണ്ട് ഇദ്ദേഹം തന്നെ ഒരു റോബോട്ടിനെ രൂപകൽപ്പന ചെയ്തിട്ട് അതിനെ കല്യാണം കഴിച്ചു. പള്ളിയിൽ നിന്ന് ആ കുട്ടിയെ എടുത്തോണ്ട് വരുന്നതാണ്. ഇതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വായി തുറന്ന ഒരു അക്ഷരം പറയില്ല. അപ്പൊ വളരെ സമാധാനം, വീട്ടില് സ്വസ്ഥമായിട്ടിരിക്കുന്നു എന്നാണ്. ജോലി ചെയ്യാൻ ഈ റോബോട്ടിനെ കൊണ്ട് തന്നെ ജോലി ചെയ്യിക്കാവുന്ന ഒരുപാട് ഇതുണ്ട്. സ്ത്രീകളെ പറ്റിയുള്ള ഈ കോൺസെപ്റ്റുകളെല്ലാം മാറി വരികയാണ്. തമിഴ്നാട്ടില് സർക്കാർ സ്ത്രീകളെ അമ്പലങ്ങളില് പ്രീസ്റ്റായിട്ട്, പൂജാരിയായിട്ട് നിയമിക്കാൻ, അതായത് സ്ത്രീയും പുരുഷനും എല്ലാം ദൈവത്തിന്റെ സൃഷ്ടികളാണ് എങ്കിൽ സ്ത്രീയെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്നുള്ള കോൺസെപ്റ്റ്. അവര് ദൈവവിശ്വാസത്തിന് അങ്ങേയറ്റമുള്ള ആളുകളാണ് തമിഴ്നാട്ടിലുള്ള ആളുകൾ. ഈ കേരളത്തിലെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ലിറ്ററസിയുടെ റേറ്റ് മാത്രമൊന്നുമല്ല സ്ത്രീ മുന്നേറ്റത്തിന്റെ ഒരു ഘടകം. ഇത് ഇന്ത്യയിലെ ഒരേ ഒരു തുറസായ മത്സ്യബന്ധന ഇതിന് പോകുന്ന ഒരേ ഒരു സ്ത്രീ ആണ് രേഖ. ഫസ്റ്റ് ലൈസൻസ് ഉള്ള ആദ്യത്തെ സ്ത്രീയും അവസാനത്തെ സ്ത്രീയും ഈ രേഖ. ഇവർ കേരളത്തിലെയാണ്. അപ്പൊ മദേഴ്സ് ഡേയിൽ എന്താണ് നമുക്ക് പ്രതിജ്ഞ ചെയ്യാൻ പറ്റുന്നത്? പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും കുട്ടികൾക്ക് ഒരു ബൗണ്ടറിയും സെറ്റ് ചെയ്യരുത്. നമ്മൾ ഇന്നതാണ് നിന്റെ മേഖല, നീ ഇതിന് പോകരുത് അതിന് പോകരുത് അങ്ങനെ പറയരുത്. ഇവര് ബോക്സിംഗില് സാക്ഷി മാലിക് മെഡലും മേടിച്ചു വന്നാണ് ഒളിമ്പിക്സിൽ. ബിൽഡ് അവയർനെസ്, അതായത് ഈ അവബോധം സൃഷ്ടിക്കുക, ഡിസ്ക്രിമിനേഷൻ അതിനെപ്പറ്റി ബോധവതികളാക്കുക, ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി ബോധവതികളാക്കുക. അപ്പൊ ഇത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം, അല്ലാതെയും കല്യാണം കഴിക്കാം. അത് ആ ഒരു കോൺസെപ്റ്റ്. ഇപ്പൊ താലി കെട്ടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കല്യാണം മാറ്റി വെച്ചു എന്നാണ് ഈ ഫോട്ടോയുടെ അടിയിലെ ഒരു ക്യാപ്ഷൻ. കാരണം ഇത് ഇടണ്ടേ, എവിടെയെങ്കിലും ഒന്ന് ഇടണ്ടേ, അതിനുള്ള സ്ഥലമില്ല, അതുകൊണ്ട് കല്യാണം തന്നെ മാറ്റി വെച്ചു. നമ്മളിപ്പോ ഇദ്ദേഹത്തിന്റെ പിക്ചർ നോക്കുമ്പോൾ എല്ലാവർക്കും ഐഡന്റിഫൈ ആവും. വിരാട് കോഹ്ലി എന്ന് പറയുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോ ഇവരുടെ പേര് കണ്ടു കഴിഞ്ഞാൽ പക്ഷെ അറിയില്ല. 9 ഇരട്ടി ഇവരെക്കാളും മെൻ ക്രിക്കറ്റ് ടീമിനേക്കാളും കൂടുതൽ മെഡല് അന്താരാഷ്ട്ര തലത്തില് മേടിച്ചതാണ് ഈ വിമൻ ക്രിക്കറ്റ് ടീം. പക്ഷെ നമുക്ക് ഇവരുടെ പേരുകൾ ആർക്കും അറിയില്ല. ഇത് ആരാന്ന് പോലും അറിയില്ല. ജുലാൻ ഗോസ്വാമി എന്നാണ് ഇവരുടെ പേര്.
9 ഇരട്ടി മെഡലും മേടിച്ച നമുക്കറിയില്ല. മിതാലി രാജ്, അവർ ഇന്ത്യൻ വിമൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. ഇത് വിരാട് കോഹ്ലിയും ഇവരും ഒരേ ക്രിക്കറ്റ് ടീമിന്റെ രണ്ട് സ്ത്രീയും പുരുഷനും നയിക്കുന്ന 2 ക്രിക്കറ്റ് ടീമുകളുടെ ക്യാപ്റ്റനാണ്. വിരാട് കോഹ്ലിക്ക് 7 കോടിയാണ് പിന്നെ ഒരു കൊല്ലത്തെ വരുമാനം. മിതാലിക്ക് 30 ലക്ഷം. എന്തൊരു ഡിസ്ക്രിമിനേഷനാണ്. അപ്പൊ നമ്മള് ഈ എല്ലാ രംഗത്തിലും ഈ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ 10 മാസം ചുമന്നുകൊണ്ട് നടക്കുന്നത് അമ്മയാണ്. പക്ഷെ വിവാഹ വേദികളിൽ ഇപ്പൊ അവരുടെ ഈ കുഞ്ഞ് വലുതായി ആ കുഞ്ഞാണ് ഇതെന്ന് വിചാരിക്കുക. ഈ വിവാഹത്തില് കന്യാദാനം ചെയ്യുന്നത് അച്ഛനാണ്. നമുക്ക് വിരോധമില്ല. പക്ഷെ അമ്മയും കൂടി അവിടെ നിർത്തുന്നതിൽ എന്തെങ്കിലും പരാധീനതയുണ്ടോ? അമ്മ ഈ 10 മാസം ഇങ്ങനെ വയറ്റിൽ കൊണ്ടു നടന്ന ഒരു അമ്മയല്ലേ, ആ അമ്മയും കൂടി ഒരു സൈഡിൽ നിർത്തുന്ന രീതിയിൽ നമ്മുടെ മനസ്സൊന്ന് മാറ്റണം. അത് ഈ ജാതി മത ഭേദമില്ല, എല്ലാ സന്ദർഭത്തിലും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഈ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അതിനകത്ത് ഈ നമ്മൾ ജെൻഡർ നോക്കിയ ഫാദേഴ്സ് നെയിം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് മാറ്റിയൊന്നും എനിക്കറിയില്ല. എൻ്റെ കയ്യിലെല്ലാം ഫാദേഴ്സ് നെയിം മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ വന്നു. ഈ നമ്മൾ ID കാർഡിലെല്ലാം ഈ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ID കാർഡിൽ എന്താണ്, ഇതാണ് ഒറിജിനൽ പിക്ചർ എന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് നമ്മൾ എടുത്ത് നോക്കിയാൽ ഇങ്ങനത്തെ ഒരു ചിത്രമാണ് കാണുന്നത്. അപ്പോൾ ഈ പ്രശ്നത്തിന് പുറമെ ഇത് സ്വന്തം ID കാർഡ് കണ്ട് കരച്ചിൽ നിർത്താൻ വെൻ യു സീ യുവർ ഓൺ പിക്ചർ ഇൻ ആധാർ കാർഡ്, ഇതാണ് റിയാക്ഷൻ എന്നൊക്കെ ആളുകൾ ട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പല ID കാർഡിലും ഈ ഭാര്യയുടെ പേരില്ല, ഹസ്ബൻഡ്സ് നെയിം. ഇതൊക്കെ നമ്മൾ ഇത്രയും വലിയ ഇഷ്യൂ ആക്കണമെന്ന് ചോദിച്ചാൽ അമ്മയും അച്ഛനും കൂടി വിചാരിച്ചിട്ടില്ലേ ഒരു കുഞ്ഞുണ്ടാകുന്നത്. അപ്പൊ അത് ശ്രദ്ധിക്കാം എന്ന് മാത്രമേ ഉള്ളൂ മറുപടി. സ്ത്രീ അമ്മയാണ്, സഹോദരിയാണ്, ഭാര്യയാണ്, മകളാണ്, അമ്മൂമ്മയാണ് എന്നൊക്കെയാണ് നമ്മുടെ മാതൃദിന സന്ദേശത്തിൽ എപ്പോഴും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. പക്ഷെ അവര് വ്യക്തി കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കാൻ പലപ്പോഴും വിട്ടുപോകുന്നു. ഷീസ് ഓൾസോ ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ നമ്മൾ ഈ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ്, അവാനി ലഖാര പാരാലിമ്പിക്സിൽ പാരാലിസിസ് വന്ന ആളുകളുടെ, ഇത് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ഒളിമ്പിക്സ് ആണ്. കാലിന് താഴെ തളർന്നുപോയ കുട്ടിയാണ്, ഒളിമ്പിക് മെഡൽ ജേതാവാണ്. ഇത് അരുണിമ സിൻഹ, കാല് വയ്യാതെ അവർ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ഒരു പെൺകുട്ടിയാണ് അരുണിമ സിൻഹ. അപ്പൊ ഇങ്ങനെ ഇത് നമ്മുടെ കേരളത്തിലുണ്ട്. ഷൈനി വിനോദ്, അവര് ഇതാണ് ഓടിക്കുന്നത്, ഇത് JCB. നമ്മൾ സാധാരണഗതിയിൽ വീടുകളിൽ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഈ എക്സിസ്റ്റൻസ് ആസ് എൻ ഇൻഡിവിജ്വൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാധാമണി 71 വയസ്സ്. ഇതൊന്നും നോക്കൂ, ഇവരാരും അങ്ങനെ വലിയ അക്കാഡമീഷ്യനോ ഒന്നുമല്ല. പക്ഷെ 71 തരം വണ്ടി ഓടിക്കും. JCB അതിലൊന്ന് മാത്രമാണ്. ഈ വെഹിക്കിൾസിനും ജെൻഡർ ഉണ്ടെന്നാണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ബുള്ളറ്റ്, നമ്മൾ ഒരിക്കലും സ്ത്രീകളെ, പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷെ ഷൈനി രാജ്കുമാർ ഇപ്പൊ ബുള്ളറ്റ് ഓടിച്ചു നടക്കുന്ന ഒരുപാട് പ്രശസ്തയായിട്ടുള്ള ഒരു പെൺകുട്ടി. വിനയ എന്നുള്ള പോലീസുകാരി, അവര് വുമൺ കോൺസ്റ്റബിൾ എന്ന് ഉപയോഗിക്കരുത്, കോൺസ്റ്റബിൾ എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവർ ഈ ഇടയ്ക്ക് തൃശ്ശൂർ പൂരത്തിന് സാധാരണ പുലിക്കളിക്ക് പുരുഷന്മാര് മാത്രമാണ്. അപ്പൊ ഇതൊക്കെ വേണോന്ന് ചോദിച്ചാൽ വരുന്നതിന് തരക്കേടില്ല എന്നേ പറയാൻ പാടുള്ളൂ. അവര് സ്ത്രീകളുടെ ഒരു ടീമിനെ ഇറക്കി. അങ്ങനെ ഈ അവരൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. പരിധികളില്ലാതെ മക്കളെ സ്നേഹിക്കുന്ന അമ്മമാർ എന്ന് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അബദ്ധം പറ്റുന്നത് ഈ ഇർഫാൻ എന്ന് പറഞ്ഞാൽ ഈ കുട്ടി അമ്മയുടെ തലയിൽ ഇത് ഹാമർ കൊണ്ട് അടിച്ച് 10-70 സ്റ്റിച്ചുമായിട്ട് കിടക്കുമ്പോഴും അവർ ഈ മകന്റെ പേര് പറയുന്നില്ല എന്നുള്ള പോലെ പരിധികളില്ലാതെ അവർ സ്നേഹിക്കുന്നു എന്നുള്ള അതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഈ വേറൊരമ്മ ഇതേപോലെ തന്നെ അഫാൻ എന്നാണ് കുട്ടികൾ, കോഴിക്കോടുള്ള ഒരു അമ്മയാണ്, ഉമ്മയാണ്. അവർ പറഞ്ഞു എൻ്റെ മകൻ ഡ്രഗ് അഡിക്റ്റ് ആണ്, എനിക്ക് പോലീസിന്റെ സഹായം വേണമെന്ന് അവർ തുറന്നു പറയുന്നു. പത്രത്തിലൊക്കെ അത് വാർത്തയായിട്ട് വന്നു. അപ്പൊ ഈ സ്റ്റീരിയോ ടൈപ്സിനെ ഇനി 5 സ്ലൈഡും കൂടിയേ ഉള്ളൂ. അപ്പൊ സ്റ്റീരിയോ ടൈപ്സ് എല്ലാം നമ്മൾ മാറ്റണം. നോർവേയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പിന്നെ ഭർത്താക്കന്മാര് ഈ പിന്നെ ഈ വീട്ടുകാര്യം നോക്കണേന്ന് പറഞ്ഞു. നമ്മൾ ഈ ബാക്കി മൃഗങ്ങളെയും നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ മിക്കവരും ഈ വീട്ടുകാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ ഗവേഷണ സ്ഥാപനം, യൂണിവേഴ്സിറ്റി ഓഫ് മിന്നസോട്ട, അവര് ഗവേഷണം നടത്തിയപ്പോൾ കണ്ടുപിടിച്ചത് ഒറാങ്ങുട്ടാൻ മങ്കീസ് അവര് ഫുൾ ടൈം വീട്ടുകാര്യം നോക്കുന്നതാണ്. അപ്പൊ അവര് കുഞ്ഞുങ്ങളെ എടുത്ത് നടക്കും, പരിപാലിക്കും, ഭക്ഷണം കൊണ്ട് കൊടുക്കും, ഭയങ്കര നല്ല അച്ഛന്മാരാണ്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ മാതൃദിനത്തിൽ ഇവരിൽ നിന്നെല്ലാം പഠിക്കാനുണ്ടെന്നാണ്
ഞാൻ വിചാരിക്കണം. ഗിവ് ദം വിങ്സ്. ഹാദിയ ഹക്കീം, അതായത് അവർക്ക് ചിറകുകൾ കൊടുക്കുക. നമ്മൾ മാതൃദിനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ അമ്മമാർക്കും നമ്മുടെ പെൺകുട്ടികൾക്കും സഹോദരിമാർക്കും അമ്മൂമ്മമാർക്കും ചിറകുകൾ കൊടുക്കുക. ഹാദിയ ഹക്കീം 12ാം സ്റ്റാൻഡേർഡ് ഫുട്ബോൾ ചാമ്പ്യൻ ആണ്. നമ്മൾ പെൺകുട്ടികളെ സാധാരണ അങ്ങനെ ഇത് ആക്കല്ലേ. അൻസിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉമ്മയുടെ പൊടിക്കൈ ഉപയോഗിച്ച് സുർമ വിറ്റ് തുടങ്ങിയിട്ട് ഇന്ന് ആ കുട്ടി 120 കോടി ആസ്തിയുടെ ഉടമയാണ്. 22 വയസ്സേ ഉള്ളൂ. ഒന്നാലോചിക്കുക. ബെസ്റ്റ് ട്രഡീഷണൽ കോസ്മെറ്റിക് ബ്രാൻഡിനുള്ള അവാർഡും കിട്ടി. കൺമഷി ഉണ്ടാക്കുക ഉമ്മയുടെ ഈ പൊടിക്കൈ ഉപയോഗിച്ച്. എങ്ങനെയാണ് കൺമഷി ആകാമത്? അപ്പൊ നമ്മൾ അവർക്ക് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള, പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ആശയങ്ങൾ കൊടുക്കുക. വേസ്റ്റിൽ നിന്ന് ഒരു ഗാർഡൻ ഉണ്ടാക്കിയ നെക് ചാന്ദ് ചണ്ഡീഗഡിലെയാണ്. അതുപോലെ മൊബൈൽ ഫോണിൽ നിന്ന് ഇവരെ മാറ്റാനുള്ള ആ മാറ്റുമ്പോൾ നമുക്ക് അവർക്ക് ഓപ്ഷൻസും കൂടി കൊടുക്കണം. ഇപ്പൊ ഇത് മൊബൈൽ ഫോണിന്റെ ഉപയോഗം കാരണം ഈ സിയോൾ ചൈനയിലൊക്കെ അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് സിഗ്നൽ താഴെയാണ്, ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ താഴെ ഇവർ നടന്നു പോകണം. കാരണം ഇതിനകത്ത് ഇങ്ങനെ കുനിഞ്ഞു പോകുമ്പോൾ മുകളിലെ ട്രാഫിക് സിഗ്നൽ ഇവർ കാണില്ല. അതുകൊണ്ട് നടന്നു പോകുന്നിടത്ത് ഇപ്പൊ ക്രോസ് ചെയ്യാം, ഇത് ക്രോസ് ചെയ്യാൻ പാടില്ല എന്നുള്ള സിഗ്നൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഓപ്ഷൻസ് കൊടുക്കുക. മാതൃദിനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അവർക്ക് ഈ പുതിയ തലമുറയെ ലഹരിയിൽ നിന്ന് എങ്ങനെ വിമുക്തരാക്കാം എന്നുള്ള ചോദ്യത്തിന് ഇതാണ് ഉത്തരം. അവർക്ക് ഓപ്ഷൻസ് കൊടുക്കൂ, അവർക്ക് ചിറകുകൾ കൊടുക്കൂ, അവര് വേറെ ഓപ്ഷൻസ് കണ്ടുപിടിക്കും. ചെസ് ചാമ്പ്യന്റെ അമ്മയാണ് ഈ നിൽക്കുന്നത്. രണ്ടുപേരും ചെസ് ചാമ്പ്യൻസ് ആണ്. സമയം അപ്പൊ ഞാൻ നിർത്താം. ഇപ്പൊ നമുക്ക് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒരേ ഒരു പ്രാർത്ഥന, നമുക്ക് പിള്ളേരെ സമാധിയാക്കും മുമ്പ് ഒന്ന് കണ്ണടയ്ക്കണം എന്നുള്ളതാണ്. പക്ഷെ ഈ സ്ത്രീയുടെ ഒരു എക്സാമ്പിൾ, ഇവര് പിന്നെ ഇതാണ്, ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. 73 വയസ്സുണ്ട്, 49 മെഡല്. ഒരു സ്ത്രീ. ഈ സ്ത്രീ ഈ ഇടയ്ക്ക് ഒരു അംഗനവാടിയില് 73 വയസ്സുണ്ട് കേൾക്കാം. അവര് ഈ എന്താണ്, ഒരു മുറൈ വന്ന് പാട്ടായ, അതാണ് അല്ല പാലാഴി കടഞ്ഞെടുത്തൊരു അഴകാണ് ഞാൻ, അതിലെ ഡാൻസ് ആണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോ ഈ നമ്മള് എന്താണ് പല വിധത്തിലുള്ള എന്താണ് ഇത്തരം ട്രോളുകൾ, നെഗറ്റീവ് ട്രോളുകൾ, സ്ത്രീകൾ ഇത് സ്കൂട്ടർ ഓടിച്ചാല് ആന വരെ വരണ്ടു പോകുന്നതാണ്. ഇത് വ്യാപകമായിട്ട് ഷെയർ ചെയ്യപ്പെടുന്ന ചില ഇതാണ്. അപ്പോ നമ്മൾ പറയേണ്ട, നിങ്ങൾ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ചുരുങ്ങിയ പക്ഷം കൈകൊണ്ട് എഴുതിയ എന്തെങ്കിലും ഒരു സാധനം, ഈ ഫോർവേഡ് മെസ്സേജ് അല്ലാതെ സ്വന്തമായിട്ടൊരു മെസ്സേജ് എങ്കിലും. എ പ്രിന്റഡ് കാർഡ് മീൻസ് നത്തിങ് എക്സെപ്റ്റ് ദാറ്റ് യു ആർ ടു ലേസി ടു റൈറ്റ് ടു ദ വുമൺ ഹു ഹാസ് ഡൺ മോർ ഫോർ യു ദാൻ എനിവൺ ഇൻ ദ വേൾഡ്. അന്ന ജാർവിസ് എന്ന് പറഞ്ഞ് ഇത് തുടങ്ങി വെച്ച സ്ത്രീ പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഇതൊന്നും എൻ്റെ ഉത്തരവാദിത്വമല്ല എന്നൊന്നും നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാകട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് നിങ്ങൾ എനിക്ക് തന്ന സമയത്തിന് നന്ദി പറയുന്നു. ഇത്രയും സമയം അതിക്രമിച്ചു ഇത്ര നേരം കേട്ടിരുന്ന എല്ലാവർക്കും പിന്നെ നമുക്ക് ഒരു 2 മിനിറ്റ് ഇന്ദ്രൻ സാറിലേക്ക് പോവാം. ജനയുഗത്തിന് ലേഖനാണ്. സാറെ സംസാരിക്കാമോ? ഏതാ ഇന്ദ്രൻ സാർ സംസാരിക്കാമോ? മാഡത്തിന്റെ എന്തോ വേറെ ടോക്ക് ഉണ്ടോ ഇന്ന്? ഇല്ലല്ല, നമ്മൾ 10:30 നിർത്തും. സാറിന് 2 മിനിറ്റ്. സാറെ സംസാരിക്കാമോ? സാറേ, ഇതില് വളരെ വളരെ പഠനാർഹമായ ഒരു പ്രഭാഷണമാണ് ഡോക്ടർ KG താര ഇവിടെ നടത്തിയത്. ഞാനത് ശ്രദ്ധാപൂർവം മെനഞ്ഞാന്ന് പറ്റാത്തത് കൊണ്ട് തന്നെ സമയം കണ്ടെത്തി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല, മാഡത്തിന്റെ ആ പ്രഭാഷണത്തില് നന്നായി വർക്ക് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രഭാഷണമായിരുന്നു. അവതരിപ്പിച്ച വിഷയങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധാപൂർവം, ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന കാര്യം, ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഞാനിതിൽ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു സാധാരണ നിലയിലുള്ളതിനേക്കാൾ കൂടുതൽ ഓഡിയൻസ് ഇതിനകത്തുണ്ടായിരുന്നു, കുറെ പേര് കേൾക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, ഒരു സൊസൈറ്റി വികസിച്ചു വരുന്നത് എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ സാഹചര്യത്തെ കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞാല് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് പുരുഷ മേധാവിത്വം നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ ഘടനയിൽ നിന്നാണ് നമ്മൾ മാറ്റത്തിലേക്ക് വരുന്നത്. ആ പുരുഷ മേധാവിത്വം നിലനിന്നിരുന്ന ആ സാമൂഹ്യ ഘടനയിൽ നിന്ന് മാറി വരുമ്പോൾ ഒറ്റയടിക്ക് ഈ പറയുന്ന ഒരു വിപ്ലവവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല.
കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതിയാവും. നമുക്ക് എന്ത് കാര്യവും പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്, നമുക്ക് എന്തും പറഞ്ഞിട്ട് പോകാൻ പറ്റും. പക്ഷേ നമ്മൾ ഒന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ നിലവിലിരിക്കുന്ന ഒരു സാമൂഹ്യ ഘടന എങ്ങനെയാണ് വികസിച്ചു വരുന്നത് എന്ന് മനസ്സിലാക്കി പറയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന് ഞാൻ പറയുന്നത് ഇപ്പോ ഡോക്ടർ KG താര അവതരിപ്പിച്ച വളരെ പഠനാർഹമായ ഗഹനമായ ഈ വിഷയത്തെ ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെ ഒരു ദിവസം വേണ്ടിയെന്ന് എനിക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ആലോചിക്കൂ. അതാണ് കാരണം ഈ 2 മിനിറ്റ് കൊണ്ട് പറയാൻ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാനാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ മാഡം ഇത്രയും സമയം എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഒരു 10 മിനിറ്റ് എങ്കിലും ശേഷിക്കണമായിരുന്നു എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് ഞാൻ അപകരിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഇതിനകത്തുണ്ട്. അതിന് മറ്റൊരു അവസരം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നല്ലതെന്നാണ് എനിക്ക് പറയാം. മറിയം ഡോക്ടറെ നന്ദി പറയൂ. നമ്മുടെ സമയത്തിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. മറിയം ഡോക്ടറെ. നന്ദി മനോജ് ഡോക്ടറെ. നമ്മുടെ ഈ 1719 ദിവസം ലോക മാതൃദിനത്തിന്റെ ആനുകാലിക പ്രസക്തി എന്ന വിഷയത്തില് വളരെ വ്യത്യസ്തമായ ഒരു ക്ലാസ് എടുത്ത് ഡോക്ടർ KG താര മാഡത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. വളരെ വ്യത്യസ്തമായിട്ടൊരു ക്ലാസ്സാണ് മാഡം ഞങ്ങൾക്ക് തന്നത്. പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇതുപോലെ നല്ല വിഷയങ്ങളുമായിട്ട് വീണ്ടും വരണമെന്ന് അപേക്ഷിക്കുകയും കൂടി ചെയ്യുന്നു. ഓക്കെ. പക്ഷെ നമ്മളൊരു കാര്യം ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ സ്വിഗ്ഗി പോലുള്ള കമ്പനികൾ ധാരാളം പേര് ഭക്ഷണവുമായിട്ട് താറുമാറ ഓടുന്ന കാഴ്ച കാണുന്നുണ്ട്. അത് ഉണ്ടാക്കിയതായിട്ട് ചിലർ അവകാശപ്പെടുകയും ചെയ്തൊരു കാലം കൂടെ വരികയാണ് എന്നുള്ള കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന് പറഞ്ഞ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.